ഹായ് എവരിവൺ, നമ്മളിന്ന് ഫസ്റ്റ് സെമസ്റ്റർ BSc കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ ഡെറിവേറ്റീവ്സ് എന്നുള്ള ഭാഗത്തിലെ ഒരു ഇതാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെക്സ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. അതായത് നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും കാണാനുള്ള ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ലെറ്റ് എഫ് ബി എ ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0. എഫ് എന്നത് ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയ ഫംഗ്ഷൻ ആണ്. ട്വൈസ് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ രണ്ടു വട്ടം ഡെറിവേറ്റീവ് കാണാൻ പറ്റുന്ന ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണ്. സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0. എക്സ് നോട്ട് എന്ന പോയിന്റിൽ എഫ് ഡാഷ് 0 ആണ്. അതായത് എക്സ് നോട്ട് എന്നത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഓക്കെ, എഫ് ഒരു ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എക്സ് നോട്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഗ്രേറ്റർ ദാൻ 0. സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട്, ക്രിട്ടിക്കൽ പോയിന്റിൽ എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ, ദെൻ എക്സ് നോട്ട് ഈസ് എ ലോക്കൽ മിനിമം പോയിന്റ്. അപ്പോൾ എക്സ് നോട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലോക്കൽ മിനിമം. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ലോക്കൽ മിനിമം എന്ന് പറയും. രണ്ടാമത്തെ പറഞ്ഞത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ 0, ദെൻ എക്സ് നോട്ട് ഈസ് എ ലോക്കൽ മാക്സിമം പോയിന്റ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട്, അതായത് എക്സ് നോട്ട് എന്ന ക്രിട്ടിക്കൽ പോയിന്റിലെ ഫംഗ്ഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ, ആ എക്സ് നോട്ട് എന്ന പോയിന്റിൽ എന്തായിരിക്കും? ലോക്കൽ മാക്സിമം ആയിരിക്കും. മൂന്നാമത്തെ പറഞ്ഞത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0, ദ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. ഈ ടെസ്റ്റ് പ്രകാരം, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറഞ്ഞത്രേ ഉള്ളൂ. എഫ് എന്നത് ഒരു ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. എക്സ് നോട്ട് എന്നത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് കാണുക, നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിലെ വാല്യൂ കാണുക. ക്രിട്ടിക്കൽ പോയിന്റിലെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ലോക്കൽ മിനിമവും, നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമം ആയിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രോബ്ലം പറയുന്നതാണ് യൂസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ടു അനലൈസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ മാക്സിമം മിനിമം കാണണം. രണ്ട് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ് മൈനസ് 6x മൈനസ് 3 എന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സ് റേസ്റ്റ് 4 മൈനസ് എക്സ് സ്ക്വയർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 6x മൈനസ് 3. അപ്പോൾ നമുക്കറിയാം എഫ്, ഇത് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇതെന്തായിരിക്കണം? ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. രണ്ടു വട്ടം ഡെറിവേറ്റീവ് കാണാൻ പറ്റണം. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ആണ്. പോളിനോമിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര വട്ടം കാണിച്ചാലും ഡെറിവേറ്റീവ് കാണാൻ പറ്റും. സോ എഫ് ഓഫ് എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, എഫ് ഡാഷ് ഓഫ് എക്സ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 6xന്റെ ഡെറിവേറ്റീവ് 6. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 6 എന്ന് കിട്ടി. നോക്കാം ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതാണ്? എപ്പോഴാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ 3x സ്ക്വയർ മൈനസ് 6 ഈക്വൽ ടു 0 പറഞ്ഞാൽ, അതായത് 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു 6. ദാറ്റ് ഈസ് x സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് x ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2. അപ്പോൾ എക്സിന് രണ്ട് വില, നമ്മൾക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട്. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു +2 എന്നുള്ളത്, എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് √2 എന്നുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റും, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് √2 എന്നുള്ള രണ്ടാമത്തെ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ നമുക്ക് തന്ന ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 6x മൈനസ് 3 എന്നുള്ള ഫംഗ്ഷന് രണ്ട് ഡെറിവേറ്റീവ്സ്, രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട്. ഒന്ന് +√2, അടുത്തത് മൈനസ് √2. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയില്ല, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? നമ്മൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു, എഫ് ഡാഷ് ഓഫ് എക്സ് തന്നു.
ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ തന്നെ സ്പ്ലിറ്റ് ചെയ്യണം. ഇനി നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 വരണം. അപ്പോൾ ഒന്നുകിൽ 3 0 ആവണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 0 ആവണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 0 ആണ്. അപ്പോൾ 3 0 അല്ല. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്യണം, ഒന്നുകിൽ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0, അതായത് എക്സ് ഈക്വൽ ടു √2 ഓർ എക്സ് ഈക്വൽ ടു മൈനസ് √2. അതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. അതാണ് ഇവിടെ എഴുതിയത്. ഹാൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓൺലി അറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് √2 ആൻഡ് എക്സ് ഈക്വൽ ടു √2. അപ്പോൾ എക്സ് √2 മൈനസ് √2 ആകുമ്പോൾ മാത്രമേ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താവുള്ളൂ, 0 ആവുള്ളൂ. Therefore, the critical points of f are at x equal to minus √2 and x equal to √2. അതായത് നമുക്ക് ഫംഗ്ഷന് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉള്ളൂ, എക്സ് ഈക്വൽ ടു മൈനസ് √2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് √2. ഇനി നമുക്ക് ചെയ്യാൻ പോണത്, നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിയത് എന്താണെന്ന് നമുക്ക് നോക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² മൈനസ് 6 ആണ്. അപ്പോൾ അതൊന്ന് എഴുതാം. ഗിവൺ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് കിട്ടിയത് 3x² മൈനസ് 6. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്തുണ്ടാവും, 3x² ഡെറിവേറ്റീവ് 6x മൈനസ് 6 ഡെറിവേറ്റീവ് 0. അപ്പോൾ 6x കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സിന് വാല്യൂ കൊടുത്തു നോക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് √2, എഫ് ഡബിൾ ഡാഷ് ഓഫ് √2, അതായത് എക്സ് ഈക്വൽ ടു √2 എന്നുള്ള പോയിന്റ് എടുത്തു. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് √2 പറഞ്ഞാൽ എന്തുണ്ടാവും, 6 ഇൻറ്റു √2 ഈക്വൽ ടു 6 √2 എന്നാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ √2 എന്നുള്ള പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ പറയാം എന്താണ്, പോസിറ്റീവ് ആണെങ്കിൽ മിനിമം. സോ എക്സ് ഈക്വൽ ടു √2 ഈസ് എ ലോക്കൽ മിനിമം പോയിന്റ്. സിമിലർലി ഇതേപോലെ നമ്മൾ ചെയ്തു. എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് √2, മൈനസ് √2 എടുക്കുമ്പോൾ എന്തുണ്ടാവും, 6x എന്നുള്ളത് എന്തായി മാറും, 6 ഇൻറ്റു മൈനസ് √2 എന്നൊരു, ദാറ്റ് ഈസ് മൈനസ് 6 √2. മൈനസ് 6 √2 പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് √2 എന്ത് കിട്ടി, നെഗറ്റീവ് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് √2 ഈസ് എ ലോക്കൽ മാക്സിമം. കാരണം എന്താ, നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, പോസിറ്റീവ് ആണെങ്കിൽ മിനിമം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയതാണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് √2 ഈസ് ഈക്വൽ ടു മൈനസ് 6 √2 വിച്ച് ഈസ് ലെസ് ദാൻ 0 ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് √2 ഈസ് ഈക്വൽ ടു 6 √2 ഗ്രേറ്റർ ദാൻ 0. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം എക്സ് ഈക്വൽ ടു മൈനസ് √2 ഈസ് എ ലോക്കൽ മാക്സിമം. കാരണം എക്സ് മൈനസ് √2 ആകുമ്പോൾ എഫ് ഡബിൾ ഡാഷ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം. ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു √2 എഫ് ഡബിൾ ഡാഷ് ഈസ് പോസിറ്റീവ്. Therefore എക്സ് ഈക്വൽ ടു √2 ഈസ് എ ലോക്കൽ മിനിമം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, എഫ് ഡബിൾ ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം, എഫ് ഡബിൾ ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം. ഇതാണ് നമുക്ക് ഓർത്തേക്കാനുള്ളത് അറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം കഴിഞ്ഞു. ലോക്കൽ മാക്സിമം വരുന്നത് മൈനസ് √2-ലും ലോക്കൽ മിനിമം വരുന്നത് √2-ലുമാണ്. ഇനി ഇതേപോലെ രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് തന്നുള്ളത്, ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 മൈനസ് x². അപ്പോൾ എക്സ് റേസ് ടു 4 മൈനസ് x² പോളിനോമിയലാണ്, അതുകൊണ്ട് ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും, 4x എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x³ മൈനസ് x² ഡെറിവേറ്റീവ് 2x. ഓക്കെ, ഇനി ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0, അതല്ലേ ക്രിട്ടിക്കൽ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ ആര് 0 ആവണം, ഇംപ്ലൈസ് 4x³ മൈനസ് 2x ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ടേമിന്നും 2x പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്തുണ്ടാവും, 2x ഇൻറ്റു 2x² മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക, ഇതിൽ രണ്ട് ടേമിലും നമുക്ക് നോക്കാം, 4x³
2x-ലും രണ്ടിലും ആരുണ്ട്? എക്സ് രണ്ടിലും ഉണ്ട്, 2 രണ്ടിലും ഉണ്ട്. അപ്പോൾ 2 പുറത്തേക്ക് എടുത്തു. 2x × 2x³ -1. ഇനി എന്ത് ചെയ്യുക? എഫ് ഡബിൾ ഡാഷ് 0 ആവണമെങ്കിൽ ഇത് 0 ആവണം അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു 2x × ഇത് 0 ആവണമെങ്കിൽ 2x × 2x² - 1 0 ആവണമെങ്കിൽ എന്തുണ്ടാവണം? 2x = 0 വരണം, ഓർ 2x² - 1 = 0 അല്ലേ? രണ്ട് ടേംസ് a × b = 0 ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ a 0 ആവണം, അല്ലെങ്കിൽ b 0 ആവണം. അപ്പോൾ 2x 0 ആവണം, അല്ലെങ്കിൽ 2x² എന്താവണം? -1 എന്താവണം? 0 ആവണം. അപ്പോൾ 2x 0 ആവുക പറഞ്ഞാൽ x = എന്താവണം? 0. ഓക്കെ. ഓർ ഇവിടുന്ന് എന്ത് ചെയ്യാം? 2x² = 1. ദാറ്റ് ഈസ് x² = 1/2. അപ്പോൾ x² 1/2 ആവണമെങ്കിൽ x എന്താണ്? x = ±1/√2 എന്ന് വരും. റൂട്ട് എടുക്കുക. അപ്പോൾ മുകളിലും താഴത്തെ റൂട്ട് എടുക്കുമ്പോൾ 1ന്റെ റൂട്ട് 1 തന്നെയാണ്, താഴത്ത് 2ന്റെ റൂട്ട് √2. അപ്പോൾ ഇതിന് 3 ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. ഒന്ന് x = 0, അടുത്ത x = 1/√2, അടുത്തത് x = -1/√2. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിന് ഹെൻസ് f dash of x = 0 only at x = -1/√2, x = 0 and x = 1/√2. ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഇതിനെ ഇവിടെയാണ് ഈ 3 പോയിന്റ്സിലാണ് f dash 0 ആവുകയാണെങ്കിൽ ഈ 3 പോയിന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഹെൻസ് the critical points of f are x = -1/√2, x = 0 and x = 1/√2. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. എന്താ സെക്കൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞത്? നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. സോ നമുക്ക് കിട്ടിയതാണ് f of x എന്തായിരുന്നു? f of x x⁴ - x². അപ്പോൾ f dash of x എന്ത് കിട്ടി? 4x³ - 2x കിട്ടി. ഇനി f ഡബിൾ ഡാഷ്. അപ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് x എന്താ കിട്ടുക? is equal to 4x³ ഡെറിവേറ്റീവ് 12x² - 2. അപ്പോൾ f ഡബിൾ ഡാഷ് നമുക്ക് എന്ത് കിട്ടി? f ഡബിൾ ഡാഷ് is equal to 12x² - 2 കിട്ടി. ഇനി നമ്മൾ 3 ക്രിട്ടിക്കൽ പോയിന്റ്സിലും വാല്യൂസ് കൊടുത്തു വെക്കണം. അപ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് -1/√2, എക്സിന് എന്ത് കൊടുത്തു? -1/√2 കൊടുത്തു. നോക്കി നോക്കാം നമുക്ക്. f ഡബിൾ ഡാഷ് ഓഫ് -1/√2 is equal to 12 × x² പകരം എന്തുണ്ടാവും? -1/√2 whole square -2 is equal to 12 × 1/2 -2. That is 6 - 2, that is 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടി. നമ്മൾ എത്ര ചെയ്തുള്ളൂ? ഈ f ഡബിൾ ഡാഷ് ഓഫ് എക്സിൽ എന്ത് ചെയ്തു? 12x² - 2 എന്നാണ്. അവിടെ എക്സിന് പകരം -1/√2 കൊടുത്തു. അപ്പോൾ 12 × -1/√2 the whole square -2, that is equal to -1/√2ന്റെ സ്ക്വയർ എന്താവും? മൈനസിന്റെ സ്ക്വയർ പ്ലസ് 1/√2ന്റെ സ്ക്വയർ 2. അപ്പോൾ 12 × 1/2 -2. അപ്പോൾ 12 × 1/2 പറഞ്ഞാൽ 6 ആണ്. 6 - 2 = 4. അപ്പോൾ പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് -1/√2 എന്നുള്ളത് 4 ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം f ഡബിൾ ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം ആയിരിക്കും. അപ്പോൾ -1/√2 എന്നുള്ള പോയിന്റിൽ നമുക്ക് ലോക്കൽ മിനിമം ആയിരിക്കും. ഇനി ഇതേപോലെ 0 കൊടുത്തു നോക്കി. f ഡബിൾ ഡാഷ് ഓഫ് 0, f ഡബിൾ ഡാഷ് ഓഫ് 0 വരുമ്പോൾ എന്താ ഉണ്ടാവുക? എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് 0 is equal to 12 × 0² -2, that is equal to 0 - 2 -2 എന്ന് വരും, നെഗറ്റീവ്. അപ്പോൾ എക്സ് 0 ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? f ഡബിൾ ഡാഷ് ഓഫ് 0 നെഗറ്റീവ് എന്ന് കിട്ടി. അപ്പോൾ 0 എന്നുള്ള പോയിന്റിൽ എന്തുണ്ടാവും? നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം. അപ്പോൾ f ഡബിൾ ഡാഷ് നെഗറ്റീവ് ആണ്, അതായത് 0 എന്നുള്ള പോയിന്റ് ഒരു ലോക്കൽ മാക്സിമം ആണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? f ഡബിൾ ഡാഷ് ഓഫ് 1/√2 കൊടുത്തു. അതായത് എക്സിന് എന്ത് കൊടുത്തു? 1/√2 കൊടുത്തപ്പോൾ നേരത്തെ അതേപോലെ തന്നെ വരിക 12 × 1/√2² -2. അപ്പോൾ 12 × 1/√2ന്റെ സ്ക്വയറും 1 എന്നൊക്കെ എന്ത് കിട്ടും? 1/2 കിട്ടും. അപ്പോൾ 12 × 1/2 -2 = 6 - 2, that is 4 എന്ന് കിട്ടും, പോസിറ്റീവ്.
അപ്പോൾ എഫ് ഡബിൾ ഡാഷ് 1/√2 പോസിറ്റീവാണ്, അപ്പോൾ ലോക്കൽ മിനിമമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റത്തേ ഉള്ളൂ, ഇവിടെ 2 പോയിന്റ്സിൽ ലോക്കൽ മിനിമവും 0 എന്നുള്ള പോയിന്റിൽ ലോക്കൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 0 ആണ്, മിസ്റ്റേക്കാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫംഗ്ഷന് -1/√2 1/√2 എന്നുള്ള 2 പോയിന്റിൽ ലോക്കൽ മിനിമവും x = 0 എന്നുള്ള പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.